പ്രിയ സുഹൃത്തുക്കളെ, സോൾവിംഗ് നോൺലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിന്റെ അവസാനം നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ് ന്യൂമറിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നോൺലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന മെത്തേഡ്സ് ഇവയാണ്: ബൈസെക്ഷൻ മെത്തേഡ്സ് ആൻഡ് സീക്കന്റ് മെത്തേഡ്. നമ്മൾ നോൺലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുവാൻ വേണ്ടി Scilab കോഡ് ഡെവലപ്പ് ചെയ്യും. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു 12.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒപ്പം Scilab 5.3.3 വെർഷൻ എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ പരിശീലിക്കുന്നതിന് മുൻപ് ഒരു ലേണർക്ക് ഉണ്ടായിരിക്കേണ്ട Scilabന്റെ അടിസ്ഥാന അറിവ് ഒപ്പം നോൺലീനിയർ ഇക്വേഷൻസ് എന്നതുമാണ്. Scilabന് വേണ്ടി സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിൽ ലഭ്യമായ Scilab ട്യൂട്ടോറിയലുകൾ പരിശോധിക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f നമുക്ക് കണ്ടുപിടിക്കേണ്ട വില x ആണെങ്കിൽ f of x 0ന് തുല്യമാണ്. ഈ സൊല്യൂഷനിൽ x നെ വിളിക്കുന്നത് റൂട്ട് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സീറോ ഓഫ് ഫംഗ്ഷൻ f എന്നതാണ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്നത് റൂട്ട് ഫൈൻഡിംഗ് അല്ലെങ്കിൽ സീറോ ഫൈൻഡിംഗ് എന്നതാണ്. നമ്മൾ പഠിക്കുവാൻ തുടങ്ങുന്നത് ബൈസെക്ഷൻ മെത്തേഡ് ആണ്. ഈ ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൂട്ട് എന്നതിന്റെ ഇനീഷ്യൽ ബ്രാക്കറ്റ് ആണ്. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ആവർത്തിച്ചുകൊണ്ട് അതിന്റെ ലെങ്ത് പകുതിയാക്കുക. ഇക്വേഷനിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതുവരെ നമ്മൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ബൈസെക്ഷൻ മെത്തേഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ രീതി സോൾവ് ചെയ്യുക. തന്നിരിക്കുന്നത് ഫംഗ്ഷൻ f equal to 2 sin x minus e to the power of x divided by 4 minus 1 in the interval minus 5 and minus 3. Open bisection.sci on Scilab editor. Bisection methodil നമുക്ക് വേണ്ട കോഡ് നോക്കാം. a, b, f എന്നിവ ടോൾ എന്നീ ഇൻപുട്ട് ആർഗ്യുമെന്റുകളുമായി നമ്മൾ ബൈസെക്ഷൻ ഫംഗ്ഷൻ നിർവചിക്കുന്നു. ഇവിടെ a എന്നുള്ളത് ഇന്റർവെൽ എന്നതിന്റെ ലോവർ ലിമിറ്റ്, b എന്നുള്ളത് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റും ആണ്. f എന്നുള്ളത് സോൾവ് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ്. ഒപ്പം TOL എന്നത് ടോളറൻസ് ലെവൽ ആണ്. 100നോട് തുല്യമുള്ള മാക്സിമം ഇറ്ററേഷൻ നമ്മൾ വ്യക്തമാക്കുന്നു. മിഡ് പോയിന്റ് എന്നതിൽ ഇന്റർവെൽ നമ്മൾ കണ്ടെത്തുന്നു. ഒപ്പം ഒരു നിശ്ചിത ടോളറൻസ് റേഞ്ച് മൂല്യം 0 കണക്കാക്കുന്നതുവരെ ഇത് ആവർത്തിക്കുന്നു. ഈ കോഡ് ഉപയോഗിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫയൽ സേവ് ചെയ്യുക, ഒപ്പം എക്സിക്യൂട്ട് ചെയ്യുകയും വേണം. Scilab കൺസോൾ എന്നതിലേക്ക് മാറുക. നമുക്ക് ഇന്റർവെൽ ഡിഫൈൻ ചെയ്യാം. നമുക്ക് കൊടുക്കാം a -5 എന്നതിന് തുല്യമാണ്, എന്റർ അമർത്തുക. നമുക്ക് എടുക്കാം b -3 എന്നതിന് തുല്യമാണ്, എന്റർ അമർത്തുക. def ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇത് നിർവചിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്യുന്നു def ഓപ്പൻ പരാൻതീസിസ് ഓപ്പൻ സിംഗിൾ ക്വോട്ട് ഓപ്പൻ സ്ക്വയർ ബ്രാക്കറ്റ് y ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് equal to f of x ക്ലോസ് സിംഗിൾ ക്വോട്ട് കോമ ഓപ്പൻ സിംഗിൾ ക്വോട്ട് y equal to 2 asterisk sin of x minus open parenthesis percentage e to the power of x close parenthesis divided by 4 close parenthesis minus 1 close single quote close parenthesis. def ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ടൈപ്പ് ചെയ്യുക help def. എന്റർ അമർത്തുക. TOL 10 എന്നതിന്റെ പവർ ആയി -5 എന്നതിന് തുല്യമായിരിക്കണം. എന്റർ അമർത്തുക. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുവാൻ വേണ്ടി ടൈപ്പ് ചെയ്യുക ബൈസെക്ഷൻ ഓപ്പൻ പരാൻതീസിസ് a, b, f, ടോൾ ക്ലോസ് പരാൻതീസിസ്. എന്റർ അമർത്തുക. കൺസോളിൽ ഫംഗ്ഷന്റെ റൂട്ട് കാണിക്കുന്നു. Secant മെത്തേഡ് എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. Secant മെത്തേഡിൽ ഡെറിവേറ്റീവ് എന്നതിന് രണ്ട് തുടർച്ചയായ ഇറ്ററേഷൻ വാല്യൂസ് ഉപയോഗിച്ച് ഏറെക്കുറെ അടുത്തു വരുന്ന വ്യത്യാസം കണക്കാക്കുന്നു. Secant മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഉദാഹരണം സോൾവ് ചെയ്യാം. ഫംഗ്ഷൻ f equal to x square minus 6. രണ്ട് സ്റ്റാർട്ടിംഗ് ഗസ്സസ് p0 equal to 2, p1 equal to 3 എന്നിവയാണ്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നമുക്ക് Secant മെത്തേഡിന്റെ കോഡ് നോക്കാം. Scilab എഡിറ്ററിലെ secant.sci ഓപ്പൺ ചെയ്യുക. a, b, f എന്നീ ഇൻപുട്ട് ആർഗ്യുമെന്റ്സോട് കൂടി നമ്മൾ Secant ഫംഗ്ഷൻ നിർവചിക്കുന്നു.
A എന്നുള്ളത് റൂട്ടിനു വേണ്ടി ആദ്യം തുടങ്ങുന്ന ഗസ് ആണ്. B എന്നുള്ളത് രണ്ടാമത് തുടങ്ങുന്ന ഗസ് ആണ്. ഒപ്പം F എന്നുള്ളത് സോൾവ് ചെയ്യുവാനുള്ള ഫംഗ്ഷൻ ആണ്. നിലവിലെ പോയിന്റും മുൻ പോയിന്റുകളും വാല്യൂസ് തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിക്കുന്നു. Secant മെത്തേഡ് ഉപയോഗിച്ച് റൂട്ടിന്റെ വാല്യൂ കണ്ടെത്തുന്നു. ഒടുവിൽ നമ്മൾ ഈ ഫംഗ്ഷൻ അവസാനിപ്പിക്കുന്നു. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് സേവ് ചെയ്യും. Scilab കൺസോൾ എന്നതിലേക്ക് മാറുക. ടൈപ്പ് ചെയ്യുക CLC, എന്റർ അമർത്തുക. ഈ എക്സാമ്പിളിന്റെ പ്രാരംഭ അനുമാനങ്ങൾ ഞാൻ നിർവചിക്കട്ടെ. ടൈപ്പ് ചെയ്യുക a equal to 2, എന്റർ അമർത്തുക. അടുത്തത് ടൈപ്പ് ചെയ്യുക b equal to 3, എന്റർ അമർത്തുക. def ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫംഗ്ഷൻ നിർവചിക്കുക. ടൈപ്പ് ചെയ്യുക def ഓപ്പൻ പരാൻതീസിസ് ഓപ്പൻ സിംഗിൾ ക്വോട്ട് ഓപ്പൻ സ്ക്വയർ ബ്രാക്കറ്റ് y ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് equal to g of x ക്ലോസ് സിംഗിൾ ക്വോട്ട് കോമ ഓപ്പൻ സിംഗിൾ ക്വോട്ട് y equal to ഓപ്പൻ പരാൻതീസിസ് x to the power of 2 ക്ലോസ് പരാൻതീസിസ് minus 6 ക്ലോസ് സിംഗിൾ ക്വോട്ട് ക്ലോസ് പരാൻതീസിസ്. എന്റർ അമർത്തുക. ടൈപ്പ് ചെയ്ത് ഫംഗ്ഷൻ കോൾ ചെയ്യുക. Secant ഓപ്പൻ പരാൻതീസിസ് a, b, g ക്ലോസ് പരാൻതീസിസ്. എന്റർ അമർത്തുക. കൺസോളിൽ റൂട്ടിന്റെ വാല്യൂ കാണിക്കുന്നു. നമുക്ക് ഈ ട്യൂട്ടോറിയലിനെ ചുരുക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് വ്യത്യസ്തമായ ന്യൂമറിക്കൽ മെത്തേഡുകളുമായി Scilab കോഡ് ഡെവലപ്പ് ചെയ്യുക. നോൺ ലീനിയർ ഇക്വേഷന്റെ റൂട്ട് കണ്ടെത്തുക. ഇന്ന് പഠിച്ച രണ്ട് രീതികൾ ഉപയോഗിച്ച് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.